സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വർഗത്തിലെ വാതിലിന്റെ ഒരു പേരതാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു തൗഫീഖുമില്ല, റഹ്മാനായ റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു ചലനവും യാതൊരു നിലക്കുമുള്ള ഹറക്കത്തുകളും തീരുമാനങ്ങളുമില്ല, അത് പ്രവർത്തിക്കുവാനുള്ള ഖുവത്തുമില്ല റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ എന്ന ആ അതുല്യമായ ദിക്ർ, ആ ദിക്റിന്റെ അർത്ഥമറിഞ്ഞ് ജീവിക്കുകയും അത് ചൊല്ലുകയും ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു വാതിലിലൂടെ പ്രവേശിക്കാനും സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. മാതാപിതാക്കൾ, ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ മധ്യവാതിലാണ്. അതുകൊണ്ട് തന്നെ ഇൻ ശിഅത ഫഅബിഉഹു, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താം, അല്ലെങ്കിൽ ഇൻ ശിഅത ഹഫദുഹു, ആ വാതിലിനെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാം. അഥവാ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ടും അവരോട് നന്നായി പെരുമാറിക്കൊണ്ടും അവരോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ടും അവരോട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടും അവർക്ക് ഖിദ്മത്തുകൾ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടും അവരുടെ ബന്ധുമിത്രാദികളോട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടും അവരുടെ കൂട്ടുകാരോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാരോ അവർക്ക് അൽ വാലിദ് എന്നുള്ള സ്വർഗത്തിന്റെ വാതിലിലൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ വസാമത് ശഹ്റഹ വഹസ്സനത് ഫർജഹ വഅതാഅത് ബഅലഹ തദ്ഖുലുൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅത്. ഒരു സ്ത്രീ 5 വഖ്ത് നമസ്കരിക്കുകയും റമദാനിൽ നോമ്പ് നോൽക്കുകയും തന്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കുകയും ഭർത്താവിനെ ഹറാമല്ലാത്ത വിഷയങ്ങളിലൊക്കെ അനുസരിക്കുകയും ചെയ്താൽ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളിൽ ഏത് വാതിലിലൂടെ വേണമെങ്കിലും അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണ്. ഈ മഹത്തായ നന്മകൾ, ഖൈറാത്തുകൾ, അങ്ങനെ സ്വർഗത്തിന്റെ ഓരോ വാതിലുകളും അതിലെ നന്മകളും പറയപ്പെട്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യാ റസൂലല്ലാഹ് ഫഹൽ യുദ്ആ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ. അല്ലാഹുവിന്റെ റസൂലേ, ആ എല്ലാ വാതിലുകളിലൂടെയും 8 വാതിലുണ്ടല്ലോ, ഓരോരുത്തരെയും വേറെ വേറെ വാതിലിലൂടെ വിളിക്കുമ്പോൾ എല്ലാ വാതിലിലൂടെയും ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്ന് വിളിക്കുന്ന നന്മയിൽ മുന്നേറുന്ന ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം യാ അബൂബക്കർ വഅർജു അൻ തകൂന മിൻഹും. അതേ അബൂബക്കർ, അങ്ങനെയുള്ളവരുണ്ട്, താങ്കൾ അവരിൽപ്പെട്ടവനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻ എല്ലാ നന്മകളിലും മുന്നേറുന്ന ആളായിരുന്നു. എന്നാൽ ഈ നന്മകൾക്കൊക്കെ പകരമായി റഹ്മാനായ റബ്ബ് വേറെ ചില കാര്യങ്ങൾ അവന്റെ ദുർബലരായ അടിമകൾക്ക് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ യതവദ്ദ ഫയുസ്ബിഗുൽ വുദൂ ثم يقول أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبد الله ورسوله إلا فتحت له أبواب الجنة الثمانية يدخل من أيها شاء. ഒരാൾ നന്നായി വുളു എടുത്തതിന് ശേഷം, വുളു എടുക്കുക മാത്രമല്ല, ഫയുസ്ബിഗുൽ വുളു, നല്ല നിലക്ക് വുളു എടുക്കണം. അങ്ങനെ വുളു എടുത്തിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലു, വ്യത്യസ്ത രൂപത്തിൽ അത് വന്നിട്ടുണ്ട്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദയും വേണം, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദയും വേണം. ഈ ഷഹാദ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ 8 വാതിലുകൾ ആ വ്യക്തിക്ക് വേണ്ടി അപ്പോൾ തുറക്കപ്പെടുന്നതാണ്. അതിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. അത്രമാത്രം കാരുണ്യവാനാണ് റഹ്മാനായ റബ്ബ്. റമദാനിൽ ആ 8 വാതിലുകളും തുറന്നു വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. മുന്നേറുക, എങ്കിൽ ആ സ്വർഗത്തിലൂടെ നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. സ്വർഗത്തിന്റെ വാതിലുകളിലൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.